ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ രാവിലെ എണീറ്റപ്പോൾ ഇതാണ് കേട്ടോ പരിപാടി. അന്ന് നമ്മൾ വാങ്ങിച്ച അക്വേറിയത്തിലേക്ക് വേണ്ടിയിട്ടുള്ള വേര് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, കാപ്പിയുടെ വേര്. അപ്പോൾ അതുമ്മ നമ്മൾ പ്ലാന്റ്സ് ഒക്കെ ഗ്ലൂ ചെയ്ത് വയ്ക്കുകയാണ് കേട്ടോ. നമ്മൾ പ്ലാന്റ്സിന് വേണ്ടിയിട്ട് പ്രത്യേകം ഗ്ലൂ കിട്ടും. അത് നമ്മൾ ഈ ഒരു മരത്തിൻ്റെ വേരുമ്മ ഗ്ലൂ ചെയ്യുക, പിന്നെ അത് അവിടെ ഇരുന്ന് എന്താ പറയുക വളർന്നോളും. അപ്പോൾ ഇത് പുറത്തേക്ക് എടുത്തതിന് ശേഷമാണ് നമ്മൾ ഗ്ലൂ ചെയ്യുക. എന്നിട്ട് പിന്നെ അക്വേറിയത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരുന്ന് നല്ല രീതിയിൽ തന്നെ വളർന്നോളും. അപ്പോൾ അതേ ഇവിടെ വെള്ളം മാറ്റലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. മീനുകളൊക്കെ പിടിച്ച് ബക്കറ്റിലും ഒക്കെ ഇട്ടിരിക്കുകയാണ്. ഇത് ഒരു ലോങ് പ്രൊസീജിയറാണ്. അത്യാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം മെനക്കെട്ട പരിപാടി കൂടി ഇടുന്നു വേണമെങ്കിൽ പറയാം. എന്താ പറയുക, അത്യാവശ്യം ക്ലീൻ ചെയ്യലും കാര്യങ്ങളും. അപ്പോൾ അത് നന്ദും ചോദിച്ചൊക്കെ അവിടെ ഇരുന്ന് കളറിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അതാകുമ്പോൾ പിന്നെ അവിടെ എന്താ പറയുക അടങ്ങി ഒതുങ്ങി കുറേ സമയം നമുക്ക് പിന്നെ എന്താ പറയുക വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇരുന്നോളും. അപ്പോൾ ഒരു അവിയൽ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളെ അവിയൽ കറി ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഉള്ള കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് മുറിച്ചിട്ടു. ഞാനെടുത്തിരിക്കുന്നത് ബീൻസ്, അതുപോലെ മുരിങ്ങക്കായ, ക്യാരറ്റ്, പയറുണ്ടല്ലോ നീളത്തിലുള്ള പയർ, പിന്നെ ഉരുളക്കിഴങ്ങാണ് കേട്ടോ. അപ്പോൾ കായൊന്നും ഉണ്ടായിരുന്നില്ല. നേന്ത്രക്കായൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലതാണല്ലോ. ഇവിടെ നേന്ത്രക്കായൊക്കെ കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ അതിന് പകരം ഞാൻ ഉരുളക്കിഴങ്ങ് മുറിച്ചിട്ടു. അപ്പോൾ ഇതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആണ് ഞാനിത് വേവിച്ചെടുക്കണത് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ അടച്ച് വെച്ച് വേവിച്ചെടുക്കുമ്പോൾ അത് വെന്ത് വന്നോളും. വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണേക്കാളും കൂടുതൽ നല്ല ടേസ്റ്റിയാണ്. പിന്നെ കുറച്ച് നാളികേരം കൊത്തിയെടുത്തിട്ട് അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, അതുപോലെ ഉപ്പ് ഇപ്പോൾ ചേർക്കണമെന്നില്ല, കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുത്തു. നാളികേരം ചെറുകിയതുണ്ടെങ്കിൽ അത് മതി. ഇതിപ്പോൾ ഞാൻ എളുപ്പപ്പണി നോക്കുന്നതാണ്. ചെറിയ ഉള്ളിയും കൂടിയും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വന്നു. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈരിന് പകരം നിങ്ങൾക്ക് അതായത് വാളംപുളി അല്ലെങ്കിൽ കോൽപ്പുളിയൊക്കെ ഉണ്ടല്ലോ, അത് കുറച്ച് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിട്ട് അത് വേണമെങ്കിൽ ചേർക്കാം. ശരിക്കും സദ്യയിലൊക്കെ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ്. ഇനി അതിലേക്ക് തൈരൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നാളികേരം ഒതുക്കിയെടുത്തതും കൂടി നന്നായിട്ട് ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറണം, അത്രേ തന്നെ വേണ്ടൂ. ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിയൽ കറി ആകുമ്പോൾ നാളികേരമൊക്കെ നന്നായി ചേരുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക. ഡ്രൈ അവിയൽ എന്നുള്ള രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. തൃശ്ശൂർ സ്റ്റൈൽ ഡ്രൈ അവിയൽ. അപ്പം ലഞ്ചായിട്ട് ഇത് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഈയിടെയായിട്ട് വെയിറ്റൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട് നാട്ടിലൊക്കെ പോയി വന്നതിന് ശേഷം. അപ്പോൾ ഇപ്പോൾ വെയിറ്റ് ലോസിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ എന്താ പറയുക കാർബോഹൈഡ്രേറ്റ്സൊക്കെ കുറച്ച് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ അതേ അവിയൽ കറി കഴിക്കാം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഉണ്ടാക്കിയതുണ്ട് കേട്ടോ. അപ്പോൾ അതും മൊബൈലിൽ നോക്കിയിരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക പല സമയത്തും ഇങ്ങനെ എന്തെങ്കിലും കോമഡി പ്രോഗ്രാംസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരുന്ന് കഴിക്കാൻ നമ്മൾ പൊതുവേ ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ ഇതൊരു വർക്കിംഗ് ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അനുപെണ്ണാണെന്നുണ്ടെങ്കിലും ഉണ്ടായിരുന്നില്ല, കുട്ടികളാണെന്നുണ്ടെങ്കിലും ഇല്ല. അപ്പോൾ ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കണമല്ലോ. അപ്പോൾ ചൂച്ചാണെന്നുണ്ടെങ്കിൽ പോപ്സിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു. മാംഗോ പോപ്സിക്കിൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മാങ്ങയൊക്കെ കട്ട് ചെയ്ത് അതിലേക്ക് കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് മിക്സിയിൽ നമുക്ക് അതായത് അരച്ചെടുക്കുക. അപ്പോൾ നാരുകളൊന്നും ഇല്ലാത്ത മാങ്ങയാകുമ്പോൾ പിന്നെ അരിച്ചെടുക്കേണ്ട ആവശ്യമോ അങ്ങനെയൊന്നുമില്ല. അതിന് ശേഷം പിന്നെ നമുക്കത് പോപ്സിക്കിൾ മോൾഡിലൊക്കെ ആക്കി കഴിഞ്ഞാൽ നല്ല ഹോം മെയ്ഡ് മാംഗോ പോപ്സിക്കിളൊക്കെ കിട്ടില്ലേ. ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ എന്താ പറയുക വാട്ടർമെലൻ ഉണ്ടെങ്കിൽ വാട്ടർമെലൻ പോപ്സിക്കിൾ, അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് രീതിയിലാണെങ്കിലും തയ്യാറാക്കാം. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള കുട്ടികളാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. മധുരത്തിൻ്റെ അളവ് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ട് വരികയും ചെയ്യും. മധുരമില്ല അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. ഇതിപ്പോൾ മാങ്ങയ്ക്ക് അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. ഞാനൊരു 3 വെറൈറ്റി മാങ്ങയായിരുന്നു ഇതിന് വേണ്ടിയിട്ട് എടുത്തിരുന്നത്. ബെങ്കിനാപ്പള്ളി ഉണ്ടായിരുന്നു, അതുപോലെ സിന്ദൂരി ഉണ്ടായിരുന്നു, പിന്നെ മല്ലിക ഉണ്ടായിരുന്നു. അപ്പോൾ പുളി മധുരമൊക്കെ കൂടി ചേർന്ന മാങ്ങകളാവുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഫുള്ള് മധുരമുള്ള മാങ്ങകൾ മാത്രം ആവുന്നതിനേക്കാളെ. അപ്പോൾ എല്ലാം പോപ്സിക്കിളിലൊക്കെ അങ്ങോട്ട് ആക്കി ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പോൾ കുട്ടികൾ വരുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് സെറ്റായിട്ട് വരുമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ മാംഗോ പ്യൂരി പിന്നെ ഞാനെടുത്ത് ഐസ് ക്യൂബ്സിൻ്റെ ആ ഒരു ട്രേ ഉണ്ടല്ലോ അതിലൊക്കെ നിറച്ച് അതും വെച്ചു. അത് നമുക്കിപ്പോൾ പെട്ടെന്ന് ജ്യൂസൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കഴിക്കാട്ടോ, നല്ലതാണ്. സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷേപ്പിൽ മാത്രമല്ലേ വ്യത്യാസമുള്ളൂ. ജ്യൂസ് ഉണ്ടാക്കാനും എളുപ്പമാണ് ഇങ്ങനെയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത്. പിന്നെ പ്രത്യേകിച്ച് മെനക്കോട പരിപാടികളോ ഒന്നുമില്ലല്ലോ. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യാൻ വെച്ചു. പിന്നെ ലഞ്ച് പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പോൾ അതേ കുറച്ച് ക്യാബേജൊക്കെ അങ്ങോട്ട് ചോപ്പറിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ പിന്നെ വേഗം പരിപാടിയൊക്കെ കഴിയുമല്ലോ.
കുറച്ച് വെജിറ്റബിൾസൊക്കെ കൂടുതലൊക്കെ കഴിക്കാമെന്നുള്ള പ്ലാനിലാണ് ക്യാബേജ് തോരനൊക്കെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ എന്നുണ്ടെങ്കിൽ ക്യാബേജ് പൊതുവേ ഇഷ്ടം തന്നെയാണ് എല്ലാവർക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് മുറിച്ച് പിന്നെ ഒന്ന് കഴുകിയെടുത്തു നല്ല രീതിയിൽ. അല്ലെങ്കിൽ ഓരോ ഇതളുകളും കഴുകിയെടുത്തില്ലെങ്കിൽ പിന്നെ ഈ ഒരു രീതിയിൽ ഞാൻ വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കാറുണ്ട്. കഴുകി ഒന്ന് നന്നായിട്ട് അങ്ങോട്ട് പിഴിഞ്ഞെടുത്തു 1-2 പ്രാവശ്യം. ക്യാബേജിൻ്റെ ഗുണം പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ ഓരോ ഇതളുകളായിട്ട് ചെയ്യണ്ടേ. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഒന്ന് എളുപ്പമായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടാ. അപ്പോൾ അതിന് ശേഷം പിന്നെ കുറച്ച് നാളികേരമൊക്കെ കൊത്തിയെടുത്ത് അതൊക്കെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. പിന്നെ നമ്മുടെ ക്യാബേജിലേക്ക് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില അതൊക്കെ ചേർത്തു. അതിലേക്ക് പിന്നെ നമ്മുടെ നാളികേരം ചെറുകിയതും കൂടിയും ചേർത്ത് കൊടുത്തു. അപ്പോൾ നാളികേരം പിന്നെ എളുപ്പപ്പണിയാണ് ഈ ഒരു രീതിയിൽ. പിന്നെ കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയൊക്കെ ചേർത്ത്, വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും ഒക്കെ കൂടെ ചേർത്തിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് എന്താ പറയുക നന്നായിട്ടൊന്ന് തിരുമ്മി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ നല്ലൊരു മണമായിരിക്കും വരും. ക്യാബേജിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, അത് പലർക്കും ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ട് തിരുമ്മിയിട്ടുണ്ടാക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്, ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ള നാളികേരം കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കൊരു കടായി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ കടുക് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് തന്നെ പിന്നെ ഞാൻ കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും കുറച്ച് ഉഴുന്ന് പരിപ്പ്, അതുപോലെ കറിവേപ്പില, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് വറ്റൽമുളകൊക്കെ ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് വറ്റൽമുളക്, കടലപ്പരിപ്പ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാവുന്നതുള്ളൂ. പിന്നെ അതിലേക്ക് ഞാൻ ക്യാബേജ് മുറിച്ചതൊക്കെ ചേർത്ത് നമുക്ക് അടച്ച് വെച്ച് വേണമെന്നുണ്ടെങ്കിൽ വേവിക്കാം. ക്യാബേജ് ആകുമ്പോൾ ഒരുപാട് അങ്ങോട്ട് കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. എന്താ പറയുക, ചെറുതായിട്ടൊന്ന് ക്രഞ്ചി ആയിട്ടിരിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുക. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി അതിലേക്ക് മുറിച്ചിട്ടു. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കുക. അടച്ച് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതിപ്പോൾ നല്ല ചെറുതായിട്ട് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ടല്ലോ, പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. ഇനിയിപ്പോൾ വേറൊരു മൺചട്ടിയിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ പിന്നെ ചേർക്കണത് കുരുമുളക് പൊടിയാണ് കേട്ടോ. കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ എരിവിനനുസരിച്ച് കൂട്ടിയ കുറച്ച് എങ്ങനെയാണെന്ന് വെച്ചെടുക്കാം. പിന്നെ കായത്തിൻ്റെ പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. കായത്തിൻ്റെ പൊടിയൊക്കെ ചേർക്കുമ്പോൾ നല്ല ഫ്ലേവറാണല്ലോ. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ കറിവേപ്പില ഒക്കെ ചേർത്തു. തക്കാളി ഞാനൊരു ചോപ്പറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് എന്താ പറയുക നല്ല രീതിയിൽ തന്നെ ഒന്ന് അരിഞ്ഞ പോലെ കിട്ടുമല്ലോ, ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ കിട്ടുമല്ലോ. അല്ലെങ്കിൽ പിന്നെ അതും കട്ട് ചെയ്യാൻ നിൽക്കണ്ട. ഇതാകുമ്പോൾ എളുപ്പപ്പണി പരിപാടികളാണ്. ഇനി അതും കൂടി നമുക്ക് ആ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോഴെന്നുണ്ടെങ്കിൽ തക്കാളിക്കൊക്കെ എന്താ വില അല്ലേ. തക്കാളിനെ കുറിച്ച് പല ട്രോളുകൾ വരെ കാണാറുണ്ടല്ലേ, തക്കാളി പണയം വയ്ക്കാത്തൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയല്ല സോറി ഉപ്പ് ചേർത്തു. അതുപോലെ കുറച്ച് വാളംപുളി പിഴിഞ്ഞ് ആ ഒരു വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പുളിക്കനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത മസാലകൾക്കനുസരിച്ചുള്ള ഒക്കെ വെള്ളം ചേർത്ത് പിന്നെ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് അടച്ച് വയ്ക്കാൻ. നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വരട്ടെ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചിക്കൻ ലിവർ എടുത്ത് ഒന്ന് മുറിച്ചെടുക്കണം കേട്ടോ. അതായത് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് നമുക്കത് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് വിനാഗിരി ഇട്ടിട്ട് കുറച്ച് സമയം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതിന് കേട്ടോ. അപ്പോൾ ബ്ലഡ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പോവും. ചിലവർ പറയും ലിവറിൽ അങ്ങനെ ബ്ലഡ് പോയി കഴിഞ്ഞാൽ ഗുണം നഷ്ടപ്പെടുന്നൊക്കെ. പക്ഷേ ഞാൻ നന്നായിട്ട് ബ്ലഡൊക്കെ കളഞ്ഞിട്ട് കഴുകിയെടുക്കാറുണ്ട് കേട്ടോ. ഇനി ഞാനതൊരു പാനിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി, അതുപോലെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. കുരുമുളക് പൊടിയൊക്കെ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ എളുപ്പമല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കുക. ഈ ഒരു മെത്തേഡ് എന്ന് പറയുമ്പോൾ ഈസി മെത്തേഡാണ്. വഴറ്റിലെ പരിപാടികളോ അങ്ങനത്തെ ഒന്നും തന്നെയില്ല. പിന്നെ ആ ഒരു പച്ചമണമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും ഒരു നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്തു. അപ്പോൾ ആ ഒരു ലിവറിൻ്റെ ഒരു എന്താ പറയുക ഒരു ബാഡ് സ്മെല്ല് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതിനുശേഷം നന്നായിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ എന്താ പറയുക വഴറ്റിയെടുക്കാം. ഞാൻ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെളിച്ചെണ്ണയും കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്ത് ഇതേ നമ്മുടെ ഈസി ലിവർ ഫ്രൈയും കൂടെ ഇത് റെഡി ആയിട്ട്. അപ്പോൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ. അപ്പോൾ ചോറ്, ക്യാബേജ് തോരൻ, ലിവർ ഫ്രൈ എല്ലാം, രസം, എല്ലാ സംഭവങ്ങളും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ കഴിക്കാം. അതിനിടയിൽ പപ്പടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇവിടെ അവസാനിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു അടിപൊളി വ്ളോഗായിട്ട് വീണ്ടും നമുക്ക് കാണാം കേട്ടോ.